ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയുടെ താഴെ ഹണി റോസിനെ മോശമായി പരാമർശിച്ച് കമന്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായും പണി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഹണി റോസിനെ പുകഴ്ത്തി അല്ലെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ അംഗീകരിച്ച് ഹണി റോസിന്റെ പ്രവൃത്തികളെ അംഗീകരിച്ചുകൊണ്ട് കമന്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും. 30ഓളം പേരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ ആളെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ച വീഡിയോയിൽ ഈ പറഞ്ഞ വിഷയത്തിൽ, അതായത് ബോച്ച ഹണി റോസ്, ഈ വിഷയങ്ങൾക്കൊക്കെ പ്രധാന കാരണം ബോച്ച മാത്രമല്ല, ബോച്ചയെ പോലുള്ള ഞരമ്പ് രോഗികളുടെ കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊരു വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന, വളം വെച്ച് കൊടുക്കുന്ന ഹണി റോസിനെ പോലുള്ള ആളുകൾ തന്നെയാണ് പ്രധാന കാരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതിന് താഴെ വന്ന കമന്റുകൾ ഭൂരിപക്ഷം ആളുകളും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ പറഞ്ഞ ഹണി റോസിന് ഇതിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമാണത്. സോ അത്തരം കമന്റുകൾ ചെയ്യുന്ന ആളുകളെയാണോ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹണി റോസിനെ ഏത് രീതിയിൽ അവഹേളിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഇതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഹണി റോസിനെ ഒന്നും പറയാൻ പാടില്ലേ. ഇനി ആ വാർത്ത ഒന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, നടി ഹണി റോസിനെതിരായ അശ്ലീല കമന്റിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചെസ് നമ്പർ 1 കമോൺ പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതി അല്പസമയത്തിനകം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ചെസ് നമ്പർ വന്നിരിക്കുന്നു. ആരാണ് ആദ്യത്തെ ഭാഗ്യവാൻ? ഇത് ആരാണെന്നുള്ളത് നമുക്ക് പോലീസ് വ്യക്തമാക്കുന്നില്ല. സ്റ്റേഷനിൽ എത്തിയ ശേഷം പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പനങ്ങാട് നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 30 പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും അടുത്തുള്ള ആൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പനങ്ങാട് നിന്ന് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു പ്രതികളുടെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഹണി റോസിന്റെ പരാതിയിൽ അപമാനിച്ചു എന്നതടക്കമല്ലേ പരാതി? അതെ, തീർച്ചയായും സ്ത്രീത്വത്തെ അപമാനിച്ചു, സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശം കമന്റ് ഇട്ടു എന്നടക്കമുള്ള പരാതികളിലാണ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ 30 പേർ മാത്രമല്ല, ഈ പ്രതിപട്ടിക കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നാലെയും ഹണി റോസിനെ അപമാനിച്ച് ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കാനാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം. ഹണി റോസ് രണ്ടും കൽപ്പിച്ചാണ്, ഇത് വിടുന്ന ലക്ഷണമില്ല. തീർച്ചയായും അരുൺകുമാർ, കാരണം ഹണി റോസ് പറയുന്നത് തന്നെ കുറച്ച് അധികം കാലമായി ഇത്തരം മോശം കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റുകളോട് താൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് താൻ ആ കമന്റുകളെയൊക്കെ എന്റർടൈൻ ചെയ്യുന്നു എന്ന തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിലവിൽ പരാതിയുമായി ഇനി മുന്നോട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ പരാതി കൊടുക്കാൻ ഹണി റോസ് തയ്യാറായത് എല്ലാ അതിരുകളും വിട്ട ചില പരാമർശങ്ങളും പദപ്രയോഗങ്ങളും ഈ ഫേസ്ബുക്കിലടക്കം സജീവമായ ഒരു സാഹചര്യത്തിലാണല്ലേ സൈഫുനീസ? ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വ്യവസായി അടക്കം പരസ്യമായി അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പരസ്യമായി മോശം കമന്റ് പറയുമ്പോഴും ഹണി റോസ് അത് അവഗണിച്ച് തികഞ്ഞ അവഗണിച്ച് കളയുന്നതാണ് കണ്ടത്. വളരെ നല്ല കാര്യം തന്നെയാണ് ഹണി റോസ് എടുത്തത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ സാധാരണ തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഹണി റോസിനെ ഞാൻ ഇപ്പോഴും കുറ്റം പറയാൻ ഉള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഹണി റോസിനെ ഒരു രീതിയിലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ഒക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹണി റോസിനെ മോശമാക്കാനോ ഹണി റോസിനെ വ്യക്തിപരമായി കുറ്റം പറയാനോ ഹണി റോസിനെ അവഹേളിക്കാനോ ഒന്നും ഞാൻ ഈ വീഡിയോയിലോ നേരത്തെ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഹണി റോസിനെ പോലുള്ള ആളുകൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന കണ്ടന്റുകൾ, അതായത് ഹണി റോസിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തു നോക്കുക, ഒരു റീൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ 1500 കമന്റ് വന്ന 1500 മോശമായിട്ടുള്ള കമന്റുകളാണ്. ആ കമന്റുകളിൽ ഈ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഉദ്ഘാടനം ചെയ്യുന്ന കടയെ പറ്റിയോ അവരുടെ ഈ പറഞ്ഞ സിനിമാ മേഖലയിലെ വളർച്ചയെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ സിനിമയെ പറ്റിയോ അപ്കമിങ് മൂവീസിനെ പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. അവിടെ ആകെ പറയുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പറയുന്നത് ഇവരുടെ ഈ നിലമ്പത്തെ കുറിച്ച്, അതായത് ഇവിടെ ഈ പിൻഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹണി റോസിന്റെ വീഡിയോസിൽ മാത്രം അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന ഇതുപോലുള്ള ചില നടികളുടെ ഉദ്ഘാടന നടികളുടെ വീഡിയോസിൽ മാത്രം ഇത്തരം കമന്റുകൾ വരുന്നത്? മറ്റെന്തോരം നടികളുണ്ട്. ഈ പറഞ്ഞ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ അനു സിത്താരയുടെ ഒന്നും കമന്റ് ബോക്സുകളിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീഡിയോസിന്റെ താഴെ ഇതുപോലെ മോശമായ കമന്റുകൾ വരുന്നില്ല. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഹണി റോസിനെ പോലുള്ള ആളുകൾ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ, ഇതിനെ അംഗീകരിക്കുന്നവരുണ്ട്. ഹണി റോസിന്റെ ഡ്രസ്സ് വളരെ നന്നായെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഈ ഡ്രസ്സ് മോശമാണെന്നോ ഹണി റോസിന് ഇതിന് ഇണങ്ങുന്നില്ലെന്നോ ഒന്നും അല്ല പറയുന്നത്. ഹണി റോസ് ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഈ പറഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ബോച്ച ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഉദ്ഘാടനം നടക്കുന്ന സാവന ഏതാണെന്ന് പോലും ഈ വരുന്നവന്മാർക്ക് അറിയുന്നില്ല. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഞരമ്പ് രോഗികളാണ്. ഇവന്മാർ വരുന്നത് ആകെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ ഹണി റോസിന്റെ പിൻഭാഗം കാണാനാണ്, അല്ലെന്നും പറഞ്ഞുകൂടാ. ഇത് ഹണി റോസിനും അറിയാം, ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർക്കും അറിയാം, ഈ പറഞ്ഞ ഹണി റോസിന്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അറിയാം. അവരാരും പൊട്ടന്മാരൊന്നുമല്ല. ഈ പറഞ്ഞ തമന്നെ അടക്കം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. തമന്നെ ആരെങ്കിലും ഈ രീതിയിൽ മോശമായി കമന്റ് ഇട്ട് അല്ലെങ്കിൽ തമന്നയുടെ പിൻഭാഗത്തെ പറ്റി അവഹേളിച്ച് കമന്റ് ഇട്ട് കണ്ടിട്ടില്ല. തമന്നെ ഇതിലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് അല്ലെങ്കിൽ തമന്നെ പോലുള്ള നടികളുണ്ട്. പക്ഷെ ഹണി റോസിന്റെയും അല്ലെങ്കിൽ ഇത്തരം 1-2 നടികളെ കാണുമ്പോൾ, ഈ പറഞ്ഞ ലച്ചു 1-2 നടികളെ കാണുമ്പോൾ ഇവരുടെ ഒരു ഇന്റൻഷൻ തന്നെ ഈ ഒരു ഇനാഗ്രേഷനിൽ ഉപരി
അവർ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവർ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളുകളെ ഞരമ്പ് രോഗികളാക്കാനോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കണക്കുള്ള ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും അധികം പ്രാധാന്യം ഈ ഒരു സംഗതിക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ക്യാമറ എടുക്കുന്ന ആളുകൾ തന്നെ ഏറ്റവും അധികം ഇവരുടെ ഈ നടികളുടെ റീൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ ഈ പിൻഭാഗം എടുക്കാൻ വേണ്ടിയാണ്. ഏത് റീൽസ് എടുത്ത് നോക്കിയാലും അവർ ഈ പ്രധാനമായി എടുക്കുന്നത് ഹണി റോസിന്റെ പിൻഭാഗമാണ്. അപ്പൊ ഇതെല്ലാം ഹണി റോസ് ഇതിന് മുമ്പ് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ബോച്ച എന്ന് പറയുന്ന വ്യക്തി ഏതാണ്ട് 3-4 വർഷമായിട്ട് ഈ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പലർക്കെതിരെ നടത്തുന്നു. ഹണി റോസിനെതിരെ കുറച്ച് കൂടുതലായിട്ട് നടത്തുന്നു. അന്നൊന്നും ഹണി റോസ് ഈ പറഞ്ഞ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ബോച്ചയുമായിട്ട് തെറ്റുന്നു. ആ ഒരു തെറ്റലിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ബോച്ചയ്ക്കെതിരെ നീങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസം ബോച്ച ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. ഇവിടെ ഇതേ രീതിയിൽ ബോച്ച വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ബോച്ചയ്ക്ക് ആ ലൈസൻസ് കൊടുത്തത് ഈ പറഞ്ഞ ഹണി റോസിനെ പോലുള്ള ആളുകൾ തന്നെയാണ്. എന്തുകൊണ്ട് മഞ്ജു വാര്യരെ പറ്റിയോ മറ്റുള്ള നടികളെ പറ്റിയോ ബോച്ച പറയുന്നില്ല? ഇവിടെ ഹണി റോസ് എന്ന് പറയുന്ന ഈ ഒരു നടിയെ, ഈ നടിയുടെ അഭിനയ മികവുണ്ടോ അല്ലെങ്കിൽ ഉർവശിയെ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മഞ്ജു വാര്യരെ പോലെയൊക്കെയുള്ള അസാമാന്യ അഭിനയ ശേഷിയുള്ള ഒരു നടി ആയതുകൊണ്ട് ഉദ്ഘാടനത്തിന് വിളിക്കുന്നതാണോ? അല്ല. ഇവരെ ഉദ്ഘാടനത്തിന് വിളിക്കാനുള്ള പ്രധാന കാരണം ഇവരെ കാണാൻ വേണ്ടി ഇത്തരം ഞരമ്പ് രോഗികളുടെ ഒരു വലിയൊരു തള്ളിച്ച ഉണ്ടാവും എന്നുള്ള എന്റെ വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിളിക്കുന്ന ആൾക്കാർ വിളിക്കുന്നത്. അവരൊരു ബിസിനസ് മൈൻഡ് വെച്ചാണ് വിളിക്കുന്നത്. അത് ഹണി റോസിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് ഈ പറയുന്ന പോകുന്ന സ്ഥലത്തെല്ലാം ഈ വീപ്പൊക്കെട്ടി കണക്കുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത്. വേറെ ഡ്രസ്സിംഗ് ഇല്ലേ? അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ഈ ഒറ്റ ഡ്രസ്സ് മാത്രമേ ഹണി റോസിന് ധരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ അല്ല നമ്മൾ അവഹേളിക്കുന്നത്. ഹണി റോസിന് ഈ വസ്ത്രം ഇടാൻ സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ ഹണി റോസ് ഇത്തരം വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വന്ന് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെ അവരുടെ ഒരു തൃഷ്ണ ശമിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അഭിപ്രായം പങ്കുവെക്കുന്നവരെയാണോ അറസ്റ്റ് ചെയ്യുന്നത്, അതോ വളരെ മോശമായി ഈ പറഞ്ഞാണ് ഹണി റോസിന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുക, ഹണി റോസിനെ വളരെ മോശമായി അവഹേളിക്കുക, ഹണി റോസിനെ മോശം പേരുപയോഗിച്ച് പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹണി റോസിന്റെ ഫാമിലി അവഹേളിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെയാണോ അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി അത്രയും അധികം അന്തർദേശീയ നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ ഉർവശി അവാർഡൊക്കെ കിട്ടിയ ഒരു നടിയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഇതിലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന സംഭവങ്ങൾ ഉള്ളപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് തന്നെ 30ഓളം പേരെ അറസ്റ്റ് ചെയ്യുന്നു. വളരെ അസ്വാഭാവികതയായിട്ടുള്ള ഒരു കാര്യമാണ് തോന്നുന്നത്. നീതി മേടിച്ചു കൊടുക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തൊട്ടേനും പിടിച്ചേനും ഈ രീതിയിൽ ചില പെട്ടെന്നുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളുടെ ഫലമായി കേസ് കൊടുക്കുന്ന ചില സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലും കാണാം. ഹണി റോസ് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഇതേപോലെ മറ്റ് അപരാധികളായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ തൊട്ടേനും പിടിച്ചേനും പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുക. സ്ത്രീകളായതുകൊണ്ട് വലിയൊരു പ്രിവിലേജ് അവർക്ക് കിട്ടും. സോ അത്തരം ഒരു പ്രിവിലേജ് യൂസ് ചെയ്തുകൊണ്ട് തൊട്ടേനും പിടിച്ചേനും കേസ് കൊടുക്കാൻ നടക്കുന്ന ചില അപരാധി പെണ്ണുങ്ങളുണ്ട്. അത്തരത്തിലൊരു ശ്രമം ഹണി റോസ് നടത്തുന്നതിനേക്കാൾ ഭേദം ഹണി റോസ് കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻ തന്റെ വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരിക. പൈസയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറാവുക. ഈ പറഞ്ഞ ഞരമ്പ് രോഗികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉദ്ഘാടനത്തിന് പോവുക, അവരുടെ കറങ്ങി കളിക്കുക, അവരുടെ ഈ പറഞ്ഞ കണക്ക് ഈ ബോച്ച ഇങ്ങനെ കറക്കി ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇവരെ തിരിച്ചു ചേർത്ത് ഇവിടെ പിൻഭാഗമാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്തിനാണ് അതിന്റെയൊക്കെ ആവശ്യം? അങ്ങനെയാണ് ഒരു മാനേഴ്സുള്ള ഒരു ഡിസിപ്ലിനുള്ള നടി വന്ന് ഉദ്ഘാടനം നടത്തുക? അതിനൊക്കെ കൂട്ടുന്നതിന് ശേഷം വേണ്ടുന്ന പൈസ ചോദിച്ച് മേടിച്ചതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. പിന്നെ ബോച്ച എന്ന് പറയുന്ന ഈ വ്യക്തി ഇതേപോലെ ഒരു ഞരമ്പ് രോഗിയാണെന്ന് വ്യക്തമാണ്. സോ അത്തരം ഞരമ്പ് രോഗികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഉദ്ഘാടന നടിമാർ. ഈ ഉദ്ഘാടന നടിമാരാണ് ഇവർക്ക് വളം വെച്ച് കൊടുത്ത് ഈ പരുവത്തിലാക്കിയത്. ആരെയും എന്തും പറയാം. ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തി സാധാരണ പെൺകുട്ടികളെ ഇപ്പൊ കണ്ണിൽ കണ്ടാൽ പോലും അവരെയും ദ്വയാർത്ഥ പ്രയോഗമാണ് പുള്ളി പറയുന്നത്. സോ ഈ നടിമാരെ പറഞ്ഞ് ആരെയും പറയാമെന്നുള്ള രീതിയിലേക്ക് ബോച്ച മാറി. സോ അത്തരം ആളുകളെ ഈ രീതിയിൽ കൊണ്ടുവന്നെത്തിച്ചത് ഈ നടികൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകണമെങ്കിൽ വളരെ സന്തോഷമേ ഉള്ളൂ. അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണും. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഈ ബോച്ചയാണ്. ബോച്ച ഇന്നലെ നടത്തിയ പരാമർശം അടക്കം വളരെ മോശമായ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ബോച്ചയെ അറസ്റ്റ് ചെയ്യാതെ ഈ പറഞ്ഞ എവിടെയോ കമന്റ് ഇട്ട ഫേസ്ബുക്ക് ID, അതായത് ഫേക്ക് ID ഉപയോഗിച്ച് കമന്റ് ഇടുന്ന കുറച്ച് വായനോക്കികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് കിട്ടാനാണ്? അമാർ വായ അടപ്പിക്കാൻ കഴിയും. നാളെയും ഹണി റോസ് ഈ രീതിയിലുള്ള റീൽസുകൾ പങ്കുവെച്ച് നാളെയും ഇത്തരം കമന്റുകൾ വരും. അതൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത്തരം ഒരു ഭീതിയുള്ളവർ കുറച്ചുകൂടി ഡിസിപ്ലിനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ മാനറിസം കാണിക്കുക. വസ്ത്ര സ്വാതന്ത്ര്യവും വസ്ത്രം നമുക്ക് ഇഷ്ടമുള്ള ഇടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ ഇത് ഒരു പ്രത്യേക കാര്യം കാണിക്കാൻ വേണ്ടി ഇടുന്നുള്ള രീതിയിൽ, എന്തോ സവിശേഷ കാര്യം ചെയ്യുന്ന രീതിയിൽ
ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ, ഇത്തരം ഡ്രസ്സുകളിൽ ഇത്തരം കോപ്രായങ്ങൾ കാണിച്ച് ഇത്തരം ഞരമ്പ് രോഗികളുടെ കൂടെ കിടന്ന് ആടുമ്പോഴത്തേന് ഈ രീതിയിലുള്ള കമന്റുകളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഞരമ്പ് രോഗികളുടെ അഭിപ്രായങ്ങളും ഒക്കെ നാളെയും വന്നേക്കാം. അത് മാറണമെങ്കിൽ നമ്മൾ മാറിയാണ് വേണ്ടത്. ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റം വരുത്തുവാണെങ്കിൽ തീർച്ചയായും ഇത്തരം സൈബർ ബുള്ളിങ്ങുകൾ ഒഴിവാക്കാമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇത്തരം കുറച്ച് വാളികളെ പിടിച്ച് ജയിലിലിട്ടതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇടാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഹണി റോസിന്റെ റീൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിന് കമന്റ് അടിച്ചേക്കുന്നവരെല്ലാം മോശം കമന്റുകളാണ് അടിച്ചേക്കുന്നത്. അതിന് പ്രധാന കാരണക്കാരി ഹണി റോസ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടച്ച് വെടിവെക്കുന്ന ഒരു രീതിയായിരിക്കും ഹണി റോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ അരുൺകുമാർ പോലും ഒരു വിഷയത്തിൽ പേടിച്ചാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ജയിലിൽ കയറേണ്ടി വരും. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ധൈര്യമുള്ളവർ മാത്രം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ബൈ.